വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ സുഹൃത്ത് ഐശ്വര്യ കഴിഞ്ഞ ന്യൂസിനൊപ്പം ചേരുകയാണ്. തന്റെ സ്വപ്നഭവനത്തിന്റെ ഗൃഹപ്രവേശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതാജി നായരുടെ ജീവൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ രഞ്ജിതയുടെ സുഹൃത്ത് ഐശ്വര്യ കഴിഞ്ഞ ന്യൂസിനൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഐശ്വര്യ. ഏറെ വൈകാരികമായിട്ട് മാത്രമേ നമുക്കൊരു വിഷയത്തെ കാണാൻ കഴിയുകയുള്ളൂ. ഏറെ നെഞ്ചെടുപ്പോടെയാണ് കേരളക്കരയാകെ രഞ്ജിതയുടെ മരണത്തെ സ്വീകരിച്ചത് കൂടിയുണ്ട്. ഐശ്വര്യയ്ക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടോ? ഇത്തരത്തിൽ രഞ്ജിതയുമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നതാണോ? എന്താണ് നിലവിലൊരു സ്ഥിതി? എങ്ങനെയാണ് ഈ ഒരു മരണത്തെ നോക്കിക്കാണുന്നത് ഐശ്വര്യ? ഇല്ല. ഞാനങ്ങനെ ദീർഘകാല സൗഹൃദമുള്ള ഒരാളല്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പോർട്സ്മൗത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വളരെ നമ്മളിങ്ങനെ പല മുഖങ്ങൾ കാണുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഒരു വർഷമേ ആയിട്ടുള്ളൂ, ഈ ഈ പറഞ്ഞ വ്യക്തി, ഈ അപകടം സംഭവിച്ച വ്യക്തി പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ UK സ്ഥലത്ത് താമസിക്കാൻ എത്തിയിട്ടും ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടും ഒക്കെ. അപ്പോ മാത്രല്ല, ഞങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ ഒരു 6 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് പോകുന്നവരാണ്. എയർ ഇന്ത്യയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നതും എപ്പോഴും നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു മുഴുവൻ കമ്മ്യൂണിറ്റിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ വളരെ വലുതാണ്. കാരണം ഞങ്ങളും ഇതുപോലെ ബാഗുകൾ പാക്ക് ചെയ്യും, ട്രോളികളിൽ അമ്മയുടെ സാധനങ്ങളും അല്ലെങ്കിൽ നാട്ടിലുള്ള ഭക്ഷണമൊക്കെ നിരത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ ഇപ്പോ അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്കും ഇനി ഇവിടെ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാ എന്തെങ്കിലും സഹായം, പ്രത്യേകിച്ച് UK ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ കൃത്യമായി ചെയ്യുന്നവരാണ്. അപ്പൊ എന്താണ് ഇനി അങ്ങോട്ട് ഉള്ളത് എന്നാണ്. കാരണം ഇനി ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഇത് ഇത്രയും വലിയൊരു ശരിക്കും ഇപ്പോഴും അതിന്റെ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഞങ്ങള്. കാരണം നമുക്കറിയുന്ന ഒരു കണ്ട മുഖത്തിൽ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു എന്ന് അറിയുമ്പോൾ ഉള്ളതിന്റെ ആ ഒരു വലിയൊരു എന്താണ്, ഇനിയും അതിന്റെ ഒരു ട്രോമ എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു 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 ചെറിയൊരു ട്രോമ കിടപ്പുണ്ട്. നമ്മളും ഇനിയൊരു ടേക്ക് ഓഫ് എയർ ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഒരു നെഞ്ചത്തൊരു പിടപ്പായിരിക്കും. അതിന്റെ ഒരു സങ്കടം ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട്. ഒരു എയർ ഇന്ത്യ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുത്തവരൊക്കെ മാറ്റിയെടുക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട് പൊതുവെ. ഈ ഞങ്ങളുടെ UK ഈ പോർട്സ്മൗത്തിന് അടുത്തുള്ളവർക്കും മരിച്ച ഇത് അറിയുന്നവർക്കും ഒക്കെ. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളക്കരെ ഒന്നാകെ ഈ ഒരു വാർത്തയെ ഏറ്റെടുത്തതെന്നുകൂടിയുണ്ട്. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തെ ഇനിയിപ്പോൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ രഞ്ജിതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് രഞ്ജിത പോയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. വീട്ടിന്റെ പണി അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. രണ്ട് ഇത്തരത്തിലുള്ള കൊച്ചു കുട്ടികളുണ്ട്, പ്രായമായ ഒരു അമ്മയുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നു. നാട്ടിൽ വന്ന് കുട്ടികൾക്കൊപ്പം താമസിക്കണമെന്ന ആഗ്രഹം. അത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചാണ് രഞ്ജിത എന്ന നമ്മുടെ സഹോദരി യാത്രയാകുന്നത് കൂടിയുണ്ട് ഐശ്വര്യ. അത് ഇപ്പോ പ്രവാസികളായിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയൊരു മനോനിലയാണത്. അതൊക്കെയാണ് ഞങ്ങളെ ശരിക്കും തകർത്ത് കളയുന്നത് ഈ ഒരു ദുരന്തത്തിൽ. കാരണം നമ്മളൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് മക്കളുടെ മുഖം സൂമിലൊക്കെ കണ്ട് നമ്മൾ വീട്ടിലെ കോളിലൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഒരു ദിന ഇവിടെയുള്ള ഒരു പ്രവാസി ജീവിതം. അപ്പോ നാട്ടിലേക്ക് പോകുക എന്നുള്ള ഒരു മുഹൂർത്തത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരെ എനിക്കറിയാം. ഇവിടെ ഇവിടെ ഈ വിന്ററും ഇവിടുത്തെ വലിയ വിഷാദവും ഒക്കെ താണ്ടി ഈ നാട്ടിലേക്ക് പോകുക എന്നുള്ള ഒരു മൊമെന്റ് മാത്രമാണ് നമ്മളെയൊക്കെ ജീവിപ്പിക്കുന്നത്. ആ ഒരു ഹോളിഡേ, ഒരു 3 ആഴ്ചത്തെയോ 4 ആഴ്ചത്തെയോ ഹോളിഡേ നമ്മുടെ NHS തരുമ്പോൾ വളരെ സന്തോഷമായിട്ട് നാട്ടിലേക്ക് പോവുകയും തിരിച്ചു വരുമ്പോൾ വളരെ കരഞ്ഞുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്കിടയിലുള്ള ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കുട്ടികൾ, അവരുടെ കുടുംബം ഇതൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതിലാണ് വലിയൊരു താങ്ങ്. ശരിക്കും നമ്മുടെ സ്നേഹവും കരുതലൊക്കെ അവർക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ കേട്ട ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും ഒരു ട്രോമ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു മുഴുവൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് എന്തായാലും മനസ്സിലാവും.
തീർച്ചയായും ഐശ്വര്യ വല്ലാത്തൊരു സൂചിപ്പിച്ചതുപോലെ തന്നെ ഷോക്കിംഗാണ്. കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. ഐശ്വര്യ ഒരു പ്രവാസി എന്ന നിലയിൽ ഈ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഐശ്വര്യ ഇപ്പോൾ പങ്കുവച്ചു. തീർച്ചയായും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് വീട്ടുകാരെ കാണാമെന്ന വലിയ തരം സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വിമാനങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു യാത്രാ സൗകര്യങ്ങളിലും ഒക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കുക, അത്തരത്തിലൊരു ഇടപെടൽ തീർച്ചയായും ഉണ്ടാകണം എന്നൊരു പ്രവാസി എന്ന നിലയിൽ ഐശ്വര്യക്ക് പറയാൻ കഴിയുമല്ലേ? ഞങ്ങള് ഒരുപാട് ഇവിടെ നിന്ന് യുകെയിൽ ശരിക്കും ഒരുപാട് മലയാളികൾ ഇപ്പോ നമ്മൾ എത്ര ഒരു നാട്ടിലുള്ളവർക്ക് ഒരു പ്രത്യേക ഒരു ഗസ് ഉണ്ടാവും ഇത്രയും മലയാളികളായിരിക്കും യുകെയിൽ ഉണ്ടാവുക എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഓരോ ഇപ്പൊ നമ്മൾ മാഞ്ചസ്റ്ററിൽ നിന്ന് പോവാൻ, ഗാഡ്വിക്കിൽ നിന്ന് പോവാൻ, ഹീത്രോയിൽ നിന്ന് പോവാൻ നമ്മൾ എപ്പോ നമ്മള് ഒരു ഇന്ത്യയിലേക്കുള്ള ഒരു വിമാനം കാത്തു നിൽക്കുമ്പോഴും നമുക്ക് കാണാം അവിടെ ഇഷ്ടംപോലെ മലയാളികളും നമ്മളിങ്ങനെ പോകുന്നവരും. അപ്പൊ അതൊരു വലിയൊരു കമ്മ്യൂണിറ്റി ശരിക്കും ഈ ഒരു സർവീസിനെ മാത്രം കാത്ത് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകളൊക്കെ റദ്ദാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഇപ്പോ ഈ എയർ ഇന്ത്യ കുറച്ച് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഖത്തർ എയർവേസ് പോലെയോ അല്ലെങ്കിൽ എമിറേറ്റ്സ് പോലെയോ എത്തിഹാദ് ഒക്കെ പോലെ അത്ര കോസ്റ്റ്ലിയോ അല്ല, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് പോവാം, നമ്മുടെ തന്നെ നാട്ടിലെ സർവീസ് ആണെന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് അത് സെലക്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും നോക്കുമ്പോൾ നമുക്ക് എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. പലപ്പോഴും നമുക്ക് ഇന്ത്യയിൽ നമ്മൾ പറയുന്ന സ്ഥലത്തായിരിക്കില്ല അവർ ഇറങ്ങുന്നത്. ലാസ്റ്റ് മിനിറ്റ് ഷെഡ്യൂൾഡുകൾ മാറ്റുക, ക്യാൻസൽ ചെയ്യുക, ഫ്ലൈറ്റുകൾ മാറ്റുക. ഒരുപാട് തവണ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും സഞ്ചരിച്ച ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് തന്നെ ഒരുപാട് തവണ ടർബുലൻസ് വന്നിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരിക, പിന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ തന്നെ 4-5 തവണ അത് വീണ്ടും ലാൻഡ് ചെയ്യേണ്ടി വരിക. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ പറയും എന്തെങ്കിലും ഒന്ന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിഹാദോ എമിറേറ്റ്സോ മറ്റോ ബുക്ക് ചെയ്യാം, എന്നാലും എയർ ഇന്ത്യ വേണ്ട എന്ന് ഇങ്ങനെ നമുക്കിടയിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ശരിക്കും നാട്ടിലേക്ക് പോകുന്ന പോപ്പുലേഷൻ ഇവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൃത്യമായ ഒരു സർവീസ് നമുക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഡയറക്റ്റ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്തിനോ കോഴിക്കോടിനോ ഒന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ എങ്ങനെ കണക്ഷൻ ഒക്കെ എടുത്ത് പല ഡൽഹിയോ മുംബൈയോ അഹമ്മദാബാദോ പല സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയൊക്കെയാണ് പോകുന്നത്. അപ്പോ ശരിക്കും ഇപ്പോ ഈ ട്രാവലിംഗ് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റിക്ക്. ശരി, പിന്നെ എന്തായാലും ഒരു കൃത്യമായ സുരക്ഷിതമായ ഒരു ഇടപെടൽ യാത്ര തന്നെയാണ് എന്നുള്ളതും. ഉണ്ടാകേണ്ടത് എന്നൊരു കാര്യം കൂടിയാണ് ഐശ്വര്യ സൂചിപ്പിക്കുന്നത്. താങ്ക് യു ഐശ്വര്യ. കേരള ന്യൂസിനൊപ്പം ചേർന്നതിൽ എന്തായാലും വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ സുഹൃത്ത് ഐശ്വര്യയാണ് കേരള ന്യൂസിനൊപ്പം ചേർന്നത്. തത്സമയ സംരക്ഷണമാണ് കണ്ടത്.